ഹലോ ഓൾ, വെൽക്കം ടു ചക്രാസ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഓരോ ദിവസം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 7 ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ കാണുക കേട്ടോ. ഓരോ ദിവസവും വണ്ടർഫുൾ ആകണമെന്ന് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ഗിവ് യുവർ ബെസ്റ്റ് അറ്റ് വർക്ക്. ഗീവ് യുവർ ബെസ്റ്റ് അറ്റ് വർക്ക്. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആളോ അല്ലെങ്കിൽ വീട്ടമ്മയോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് തീരുമാനിച്ച് മുൻകൂട്ടി ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് പ്രീ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് വളരെ സിമ്പിളാകും. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് ഏറ്റവും ബെസ്റ്റായി ചെയ്യുക. ഇന്നത്തെ എൻ്റെ ഡേ ഏറ്റവും ബെസ്റ്റ് ആകണമെന്ന് ഉറച്ച് തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ വർക്ക്, ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് നേരത്തെ ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക. അല്ലാത്ത പക്ഷം അന്നത്തെ കാര്യങ്ങളെല്ലാം ബെസ്റ്റാക്കി തന്നെ ചെയ്യുമെന്ന് ആദ്യം തന്നെ മനസ്സിൽ ഉറച്ച് തീരുമാനം എടുത്തുകൊണ്ട് അന്നത്തെ ദിവസം തുടങ്ങാം. രണ്ടാമത്തത്, ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് എനിക്ക് എത്രത്തോളം ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിക്കുക. കഴിയുന്ന അത്രമാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം അത് അവസാനം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലാവരുത്. കാരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ സഹായം ലഭിക്കുന്ന ആളുടെ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം എല്ലാം നമുക്ക് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി നമ്മൾക്ക് നൽകും. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത്, ബിഗിൻ വിത്ത് ഇൻസ്പിറേഷണൽ റീഡിങ്. നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന തരത്തിലുള്ള ബുക്സ് സെലക്ട് ചെയ്യുക. ദിവസത്തിൻ്റെ തുടക്കത്തിലേ നമ്മൾ അത്തരം ബുക്സുകൾ വായിക്കാനുള്ള ഒരു അവസരം കണ്ടെത്തുക, അതിനുള്ള സമയം കണ്ടെത്തുക. അത് ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ വളരെ ഉന്മേഷം തരാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഡിയാസൊക്കെ തരാനും കഴിയുന്ന ഒന്നാകും. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദിവസം മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻസ്പിറേഷണൽ ബുക്സ് വായിക്കുക. അപ്പോൾ ബിഗിൻ വിത്ത് ഇൻസ്പിറേഷണൽ റീഡിങ്. നാലാമതായിട്ട്, കോൾ എ ലവ്ഡ് വൺ. നമുക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, നമ്മുടെ സന്തോഷവും അതേപോലെ നമ്മുടെ വളർച്ചയ്ക്കൊക്കെ നമ്മോടൊപ്പമുള്ളവർ ആരുമായിക്കോട്ടെ, ചെറിയൊരു സമയം അത് നമ്മളവരെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ആ ദിവസത്തേക്കുള്ളൊരു സന്തോഷവും അതേപോലെ തന്നെ നല്ലൊരു ഉന്മേഷവും നമുക്ക് ഫുൾ ഡേ എനർജി എടുത്ത് തരും. ഒരു ചിലപ്പോൾ തമാശയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോൾ ചെയ്യുന്ന ആളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഫുൾ ഡേ എനർജി ആയിട്ട് തരും ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ, ക്ലിയർ യുവർ ഹെഡ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അത് കഴിഞ്ഞ കാര്യങ്ങളാവാം, ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങളാവാം. അപ്പോൾ ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തകൾ തലയിൽ കുത്തി നിറച്ച ഒരവസ്ഥയിൽ ആണ് ശരിക്കും മിക്കവരെയും നമ്മൾക്ക് കാണാൻ സാധിക്കുക. ദേഷ്യം, ടെൻഷൻ, ആൻഷ്യറ്റി എന്ന് വേണ്ട എല്ലാം തലേ ദിവസം കണ്ട ഒരു സിനിമ പോലും നമ്മുടെ തലയിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അതുപോലും ആ ദിവസത്തെ നല്ലതോ മോശമോ പോലും ആക്കി മാറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അതിലൊരുപാട് വീഡിയോസും ഫോട്ടോസും നിറഞ്ഞ് നിങ്ങളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത്? അത് ഹാങ് ആകും അല്ലേ? അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് നമ്മളൊരു മൊബൈൽ ഫോണായിട്ട് കാണാം. ആവശ്യമില്ലാത്തത് എന്താണോ അത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അതിനടിസ്ഥാനപ്പെടുത്തിയോ കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചീത്ത നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ ഡിലീറ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുക. നല്ല ചിന്തകൾ മാത്രം അതിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ആ ദിവസത്തെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആ ദിവസത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ആറാമതായിട്ട് പറയാനുള്ളത്, താങ്ക്ഫുൾ എവ്രി ഡേ. ബി താങ്ക്ഫുൾ എവ്രി ഡേ. എല്ലാ ദിവസവും നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എല്ലാ ദിവസവും എന്നെ ആരെങ്കിലും സഹായിച്ചാലല്ലേ എനിക്ക് താങ്ക്സ് ഒക്കെ പറയാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളെ സഹായിക്കുന്നവരോട് നിങ്ങൾ തീർച്ചയായിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് താങ്ക്സ് പറയണം. എന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ കഴിക്കുന്ന ഓരോ ദിവസത്തെയും ഫുഡ് മറ്റൊരാൾക്ക് കിട്ടാത്ത ഒന്നാണ്, അതിനോട് താങ്ക്സ് പറയാം. അതുപോലെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ എല്ലാത്തിനോടും മനസ്സിലൊരു താങ്ക്സ് പറഞ്ഞു നോക്കൂ. അപ്പോൾ ഒരു ദിവസം
കുറഞ്ഞത് നമുക്ക് താങ്ക്സ് പറയാനൊരു 10 കാരണം എങ്കിലും നമുക്ക് കണ്ടെത്താം. ഒരു 10 കാരണം നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് ഒരു 10 കാരണമെങ്കിലും കണ്ടെത്തി താങ്ക്സ് പറഞ്ഞു നോക്കൂ. അപ്പോൾ നമുക്ക് തന്നെ നല്ലൊരു എനർജി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് തന്നെ അത് മനസ്സിലാവും. 7th വൺ ഈസ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെ, എല്ലാ ദിവസവും നന്ദി പറയാൻ പറഞ്ഞത് തന്നെയാണ് ഈ ഒരു കാര്യം. ഒരു ദിവസം മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാതെ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. ഈ ഒരു ദിവസം എനിക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറയുക, അതൊരു ഉദാഹരണമാണ് അല്ലേ. പിന്നെ ഉറങ്ങാൻ നല്ലൊരു ബെഡ്, താമസിക്കാൻ വീട് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓരോ ദിവസവും നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യുക. അത് ഒരു ദിവസം പറഞ്ഞു നിർത്താനല്ല, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടിയും നിങ്ങൾക്ക് ഞാനതിൻ്റെ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് ഗിവ് യുവർ ബെസ്റ്റ് അറ്റ് വർക്ക്. രണ്ടാമതായിട്ട് ഹെൽപ്പ് അതേഴ്സ്. മൂന്നാമത് ബിഗിൻ വിത്ത് ഇൻസ്പിറേഷണൽ റീഡിങ്. നാലാമത്തെ കോൾ എ ലവ്ഡ് വൺ. അഞ്ചാമത്തെ ക്ലിയർ യുവർ ഹെഡ്. ആറാമതായിട്ട് പറയുകയാണെങ്കിൽ ബി താങ്ക്ഫുൾ എവറി ഡേ. ഏഴാമത്തെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പകർത്തുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.